ഒറ്റ യൂസിൽ തന്നെ സൺ ടാൻ കംപ്ലീറ്റ്ലി മാറണം, സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആൻഡ് മസാജാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ട്രിക്കി ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നത്, സ്കിൻ പെട്ടെന്ന് ഗ്ലോ ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്നൊക്കെ തന്നെ ഞാൻ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുള്ളൂ. അതോടൊപ്പം ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്കും ചെയ്യുക. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു സൂപ്പർ ഫേസ് പാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷം നമുക്ക് വേണ്ടത് അലോവേര ജെൽ. 2 തരത്തിൽ നമുക്ക് അലോവേര ജെല്ല് കിട്ടും, പാക്കറ്റിൽ വാങ്ങുന്നതും അതുപോലെ നമ്മൾ വീട്ടിലെടുക്കുന്നതും. രണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ധാത്രിയുടെ മോയ്സ്ചറൈസിങ് അലോവേര ബ്യൂട്ടി ജെല്ലാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാം. പതഞ്ജലിയുടെ ഉണ്ട്, വാവിൻ്റെ ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന അലോവേര ജെല്ലില്ലേ, അതും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു അലോവേര ജെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആണ്, പിന്നെ നന്നായിട്ട് സ്കിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച്, അങ്ങനെ ഫെയർനെസ് ക്രീം അങ്ങനെയൊന്നുമല്ല. ഒരു അലോവേര ജെൽ എന്തായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. സ്കിന്നെ നന്നായിട്ട് സൂത്തൻ ചെയ്യും, അതുപോലെ തന്നെ റെജുവിനേറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനൊക്കെ ഇത് നല്ലതായിട്ട് വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിങ്ങനെ നാച്ചുറൽ അലോവേര ജെൽ ഇതുപോലെ ക്യൂബ്സ് ആക്കി, ഐസ് ക്യൂബ്സ് ആക്കി സിപ്ലോക്ക് ബാഗിലാക്കി സൂക്ഷിക്കാറുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ ആവശ്യത്തിന് ഇതുപോലെ ഒരു ക്യൂബ് എടുക്കുക. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്ത് അലിയിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് 3 ഇനി എൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ. ഞാൻ കുറേ ചെയ്ത് വെച്ചതാണ്. യൂസ് ചെയ്ത് ഇപ്പോൾ 3 എണ്ണത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഐസ് ട്രേയിലാക്കി വെച്ചിരിക്കണമെങ്കിൽ അങ്ങനെ ആകാം, പക്ഷേ അത് പെട്ടെന്നൊന്ന് വേപ്പറായി കുറേ നാളിരിക്കാത്ത പോലെ തോന്നുന്നുണ്ട്. 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് പകുതിയായിട്ട് വറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ സിപ്ലോക്ക് ബാഗിലാക്കി വെച്ചാൽ നല്ല രീതിയിൽ കുറേ നാൾ നമുക്കിത് വേപ്പറായി പോകാതെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യമായിട്ടുള്ളത് അതുപോലെ ചെയ്യുക. കുറേ അലോവേര ലീവ്സൊക്കെ കിട്ടുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിലുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എടുത്ത് അലോവേര നീരാക്കി വെച്ചിട്ട് ചുമ്മാ മിക്സിയിലിട്ട് അടിക്കുക, എന്നിട്ടെടുത്ത് ഫ്രീസറിൽ വെച്ച് ഫ്രീസാക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ വാവിൻ്റെ അലോവേര ജെല്ല്. ഇതും ഭയങ്കര നല്ലതാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡീസൻറ്റ് അലോവേര ജെല്ലാണ്. നന്നായിട്ട് സ്കിൻ സൂത്തൻ ചെയ്യാനും റെജുവിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്കൊക്കെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 സ്പൂൺ അലോവേര ജെല്ല് എടുക്കുന്നുണ്ട്. നമ്മളൊരു ഫേസ് പാക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കുറച്ച് ട്രിക്കി ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരു 1/2 സ്പൂൺ അലോവേര ജെല്ല് ഞാൻ എടുത്തു, ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ്, നമ്മുടെ സ്വന്തം ഹണി. അപ്പോൾ ഇത് നമുക്ക് ഒരു ഞാനിങ്ങനെ അളന്നിട്ടല്ല യൂസ് ചെയ്യുന്നത്, 2 ഈക്വൽ ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ. 1/2 സ്പൂൺ നമ്മൾ അലോവേര ജെൽ എടുക്കുമ്പോൾ 1/2 സ്പൂൺ തന്നെ തേൻ എടുക്കുക. ഞാനിങ്ങനെ റാൻഡമായിട്ട് ഒഴിച്ചാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെഷർമെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് യൂസ് ചെയ്യാം, നന്നായിട്ട് വർക്കാകും. ഇതുപോലെ ഒരു 1/2 സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക നല്ലോണം. ഈ ഒരു അലോവേര ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ തേനും എന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് കൺസിസ്റ്റൻസിയാണ്. സോ നിങ്ങളിത് നന്നായിട്ട് മിക്സ് ആക്കണം. ഇച്ചിരി സമയം എടുക്കും കേട്ടോ ഇത് മിക്സ് ആക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളിതിനോടൊപ്പം ഒരു 2-3 ഡ്രോപ്പ് ഗ്ലിസറിൻ കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഡ്രൈ സ്കിന്നിന് നല്ലതാണ്. ഒന്നും കൂടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ നറിഷ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതല്ല നിങ്ങൾക്ക് നോർമൽ സ്കിൻ ആണ് അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇത് രണ്ടും തന്നെ മതി, ധാരാളം. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രോയിൽ കാണിച്ചു തന്നിട്ടില്ലേ, തക്കാളി വെച്ചിട്ട് അതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ, ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫേസ് പാക്ക്, ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതിനെ ഇങ്ങനെ തന്നെ വെച്ചേക്കുക.
കാര്യം ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നെ സൂത്തൻ ചെയ്യാനും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. മുഖത്തുണ്ടാകുന്ന ഡ്രൈനെസ്, അതുപോലെ തന്നെ ഒന്ന് ഡള്ളായിരിക്കുക, ഡ്രൈ ആയിട്ട് ഒട്ടും പ്രസരിപ്പില്ലാതിരിക്കുക, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്നൊരു നല്ല ട്രാൻസ്ഫോർമേഷൻ കാണാനായിട്ട് പറ്റുള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ, സമയമുള്ളവരാണെങ്കിൽ ഒരു 2-3 ദിവസം ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. നന്നായിട്ട് സ്കിന്ന് റെജുവിനേറ്റ് ആകുന്നതായിട്ടും ഗ്ലാസ് സ്കിന്നായിട്ട് മാറുന്നതായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിതിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനൊരു തിളക്കമുള്ളത് അത് സ്വാഭാവികമാണ്. അതിന് നമ്മളൊരിക്കലും ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നില്ല. ഇത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു തിളക്കം കിട്ടണം. അപ്പോഴല്ലേ നമുക്കത് ഒറിജിനൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ജെല്ലൊക്കെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു തിളക്കം അറിയാനായിട്ട് പറ്റും അന്നേരം. പക്ഷേ അതങ്ങനെയല്ല വേണ്ടത്. നമ്മളിത് വാഷ് ചെയ്ത് കളഞ്ഞാലും ഇത് കഴിഞ്ഞിട്ടും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയി നന്നായിട്ട് നറിഷായിരിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാക്കൊക്കെ തന്നെ ചെയ്യുന്നത്. അതുപോലെ സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ട് വെച്ചേക്കുക. ഈ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ആവശ്യം പോലെ വെള്ളം കുടിക്കണം. ആവശ്യത്തിൽ കൂടുതൽ കുടിക്കേണ്ട, ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു 2 ലിറ്ററൊക്കെ ഒരു ദിവസം കുടിക്കുന്നത് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. സോ മുതിർന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ 2 ലിറ്റർ വെള്ളമൊക്കെ എല്ലാ ദിവസവും കുടിച്ചാൽ തീർച്ചയായിട്ടും ഗൈസ് നിങ്ങളുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി തന്നെ തിളങ്ങാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റേതായ ഗുണവും തിളക്കവും എല്ലാം നമ്മുടെ സ്കിന്നിലുണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയുടെ ഒരു പകുതി തക്കാളി എടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തക്കാളിയിലുള്ള നീരുണ്ടല്ലോ അത് പ്രസ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് ഇറങ്ങണം. 5 മിനിറ്റ് നമ്മൾ ആ ഒരു പാക്ക് അങ്ങനെ വെച്ചിരുന്നിട്ട് 5 മിനിറ്റിന് ശേഷമാണ് ഈ തക്കാളിയുടെ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 5 മിനിറ്റ് നമ്മൾ അലോവേര ജെല്ലും തേനും കൂടെ ഉള്ള ഫേസ് പാക്ക് ഇട്ടിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു തക്കാളി വെച്ചൊരു മസാജ് കൊടുക്കും. തക്കാളി വെച്ച് മസാജ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ തന്നെ വെച്ചേക്കുക. ടോട്ടലി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കും. ജസ്റ്റ് ഒരു മസാജ് കൊടുത്താൽ മതി. ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് മസാജ് കൊടുത്താൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ കുറച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല മസാജ് കൊടുക്കുക. നല്ല കട്ടിയില്ലാത്ത പഴുത്ത തക്കാളി ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തക്കാളി, അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അത് ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. കൂടുതൽ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം. പക്ഷേ ഒരുപാട് നേരം വെച്ചിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ ഒരു ആവറേജ് കണക്ക് വെച്ചിരിക്കുക. എന്നിട്ട് സ്കിന്നൊന്ന് നന്നായിട്ട് വെള്ളം തളിച്ച് വാഷ് ചെയ്യുക. സാധാരണ വെള്ളം മതി. കുറച്ച് തണുത്ത വെള്ളത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ചെറിയൊരു തണുത്ത വെള്ളത്തിൽ മുഖം നന്നായിട്ട് കഴുകുക. അതിൽ പിന്നെ നമുക്ക് സ്കിന്നൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് തുടച്ച് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കണ്ട. ജസ്റ്റ് ഒന്ന് എക്സസ് ആയിട്ടുള്ള വെള്ളം മാത്രം തുടച്ച് കളയുക. ബാക്കിയുള്ളത് ഇങ്ങനെ എയർ ഡ്രൈ ആകാനായിട്ട് വിടുക. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ബാക്കി അലോവേര ജെല്ലുണ്ടല്ലോ അത് നമ്മൾ സ്കിന്നിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് അലോവേര ജെല്ല് മാത്രമല്ല, നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്കിതൊരു ആഴ്ചയിൽ 2 ദിവസമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഒരു സിമ്പിൾ ക്ലീനപ്പ് ചെയ്ത ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിനുണ്ടാകും. ലീവുള്ള ദിവസമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതല്ലേ. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പാക്ക് ഇട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തൊരു മാറ്റം എന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അത്രമാത്രം എഫക്റ്റീവാണ്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഒന്നും നിങ്ങൾക്ക് അലർജി അല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഈ പ്രോഡക്റ്റ് എല്ലാം അത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തത്. സ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പറ്റത്തില്ല, മുന്നേ യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും നല്ലതായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. സോ അത്രയേ ഉള്ളൂ. കണ്ടോ, സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആകുന്നുണ്ട്. ഓൾറെഡി നന്നായിട്ട് ഫില്ലായി നറിഷായിരിക്കുന്ന സ്കിന്നാണ്. അതിൽ നമ്മൾ ഈ ടോസനും മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഗ്ലോ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. സിമ്പിൾ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് അല്ലേ. എല്ലാവർക്കും റിസൾട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും വർക്കാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.